Hi, ZTH. Short review. മധു വിധു, ഷറഫുദ്ദീൻ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, പിന്നെ കല്യാണി പണിക്കർ എന്നിവർ അഭിനയിക്കുന്ന മധു വിധു. ഇത് ഗോഡ്ഫാദറിൻ്റെ, മലയാളം ഗോഡ്ഫാദറിൻ്റെ, മേലെപ്പറമ്പിൽ ആൺവീടിൻ്റെ ഒക്കെ ഒരു തുടർച്ച അല്ലെങ്കിൽ പിൻഗാമി എന്ന് പറയാൻ പറ്റുന്നൊരു പടമാണ്. ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്, ഒരു ആൺവീട്. പിന്നെ സോഷ്യോളജിക്കൽ നോക്കുവാണെങ്കിൽ ഒരുപാട് പേട്രിയാർക്കൽ ഫോംസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു പടം പോലെ തോന്നി. പക്ഷെ തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. ഒരു ഫിലിം റിവ്യൂ എന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ, അതിൽ കഥയും കഥാപാത്രങ്ങളും മാത്രമൊക്കെ എടുക്കുവാണെങ്കിൽ, നമ്മൾ ഒരുപാട് പടങ്ങളിൽ കണ്ട ക്ലീഷേ പെണ്ണ് കാണൽ, ക്ലീഷേ കല്യാണങ്ങൾ, അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. എന്ന് പറഞ്ഞാൽ മോശം പടമൊന്നുമില്ല. ഇതിന് കയറിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുഃഖിക്കാനൊന്നും വഴിയില്ല. ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഖത്തിൽ കണ്ടുകൊണ്ടിരിക്കുക ഒരു പക്ഷേ അനാവശ്യമായ കൺഫ്യൂഷൻസ്, കോംപ്ലിക്കേഷൻസ് ഫോഴ്സ്ഫുള്ളി ചെയ്ത് എനിക്ക് തോന്നി. അതായത് അത് ശരിക്കും ബിഗ് കോംപ്ലിക്കേഷൻസ് ആണ്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്, ബിഗ് കോംപ്ലിക്കേഷൻസ് ആണ്. പക്ഷേ ഈസി സൊല്യൂഷൻസ് പോലെ തോന്നി. ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ ഒരു കഫേ നടത്തുന്ന ഒരാളാണ്. കല്യാണി പണിക്കറിൻ്റെ ക്യാരക്ടർ ഒരു പോട്ടറി സ്റ്റുഡിയോ നടത്തുന്ന ആളാണ്. അങ്ങനെ വളരെ ബ്രീസിയാണ് ജീവിതം പോലെ പോകുന്ന ജീവിതത്തിൻ്റെ ഇടയിൽ കൂടെ കുറേ അനാവശ്യമായ കോംപ്ലിക്കേഷൻസ് പോലെയാണ് എനിക്ക് തോന്നിയത്. കൺവിൻസിങ് അല്ലാത്ത, ഫോഴ്സ്ഫുള്ളി ചെയ്തുണ്ടാക്കിയ കൺഫ്യൂഷൻ, കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കഥയും തിരക്കഥയും പോലെ തോന്നി. പിന്നെ ലൊക്കേഷൻസിൻ്റെ കുറവ് പോലെ തോന്നി. അതായത് ഇടയ്ക്കിടയ്ക്ക് വർക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ലൊക്കേഷൻസ് ഭയങ്കര റെപ്പറ്റീറ്റീവായിട്ട് തോന്നി. പിന്നെ നല്ല ഫ്രെയിംസൊക്കെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻസ്റ്റഗ്രാം ഒരു സോഷ്യൽ മീഡിയ സെറ്റപ്പാണ്. ആ ഒരു രീതിയിലുള്ള ഒരു ബ്രീസിയാണ് പടം പോലെ എടുക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു, കളർഫുള്ളായിട്ടൊക്കെ. പെർഫോമൻസസ് ഒന്നും പറയത്തക്കതായിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ ഈ പേട്രിയാർക്കൽ സംഭവം പറഞ്ഞതിന് കാരണം തുടക്കം തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പെണ്ണ് പോലും കയറാത്ത അടുക്കളയാണ്, എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ പോകുന്നില്ലേ എന്ന്, ഇത്രയൊക്കെ പോരെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ പറഞ്ഞു, അതൊരു വേറൊരു ഡിസ്കഷനാണ്. അതൊരു സോഷ്യോളജിക്കൽ സ്റ്റഡിയാണ്, സോഷ്യോളജിക്കൽ ഡിസ്കഷനാണ്. പടങ്ങളെ വിലയിരുത്തുന്നത്, ഒരു സീരീസ് ഓഫ് പടങ്ങളെ വിലയിരുത്തുന്നത്, അത് വേറൊരു അപ്രോച്ചാണ്. തൽക്കാലം ഫിലിമിനകത്ത് സംസാരിക്കുകയാണെങ്കിൽ എടുത്തു പറയാനൊന്നുമില്ല. കുറേ ക്ലീഷേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു പടമാണ്. ഷറഫുദ്ദീൻ ജോണർ എന്നൊക്കെ പറയാൻ പറ്റുന്ന, വേണമെങ്കിൽ അങ്ങനെ പറയാം. ഷറഫുദ്ദീൻ്റെ കുറേ പടങ്ങളുണ്ട് ഇങ്ങനെ. അതായത് ഇങ്ങനെ നമുക്ക് മോശമൊന്നും തോന്നത്തില്ല, അങ്ങനെ അയ്യോ ഇത് കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞാൽ മോശമൊന്നും തോന്നത്തില്ല. പക്ഷേ പ്രത്യേകിച്ച് പറയാനൊന്നും കാണത്തുമില്ല. എനിക്കൊരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. 2 stars.